നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി വരെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ എങ്ങനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാം എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഇംപീച്ച്മെൻറ്റ് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനെ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇംപീച്ച്മെൻറ്റും റിമൂവലും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യപ്പെടുന്നത്, മറ്റുള്ളവർ റിമൂവ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം സംസാരിക്കുക. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെപ്പറ്റി ആണ് വിശദമായി ചർച്ച ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് അനുച്ഛേദം 61-ലാണ്. അനുച്ഛേദം 61-ലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 61-ലാണ്. ആർട്ടിക്കിൾ 61-ലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ എങ്ങനെയാണ് നീക്കം ചെയ്യാനാകുക എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രാഷ്ട്രപതിക്ക് മാത്രം അല്ലെങ്കിൽ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പല പുസ്തകങ്ങളിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും ഇംപീച്ച്മെൻറ്റും റിമൂവലും തമ്മിൽ മാറിപ്പോകുന്നത് സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇംപീച്ച്മെൻറ്റും റിമൂവലും യഥാർത്ഥത്തിൽ അർത്ഥം ഒന്നാണ് എങ്കിൽ പോലും, നീക്കം ചെയ്യുക എന്നതാണ് അർത്ഥമെങ്കിൽ പോലും, ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും നിയമനിർമ്മാണ സഭയുടെ കർമ്മമാണ്. അതായത് പൂർണ്ണമായും പാർലമെൻറ്റിനകത്ത് നടപടി പൂർത്തിയാക്കുന്ന ഒരു കർമ്മമാണ് എന്ത്? ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും നിയമനിർമ്മാണ സഭയിൽ തുടങ്ങി നിയമനിർമ്മാണ സഭയിൽ തന്നെ അവസാനിക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ റിമൂവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇംപീച്ച്മെൻറ്റ് പൂർണ്ണമായും നിയമനിർമ്മാണ സഭയിലാണ്. റിമൂവൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ നടപടിക്രമം പാർലമെൻറ്റിന് പുറത്തേക്കും പോകാം, പാർലമെൻറ്റിന് പുറത്തുമാകാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി മാത്രമാണ് ഇംപീച്ച് ചെയ്യപ്പെടുന്നത്. അതായത് ഇന്ത്യൻ രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയ പൂർണ്ണമായും പാർലമെൻറ്റിൽ തുടങ്ങി പാർലമെൻറ്റിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി മാത്രമാണ് ഇംപീച്ച് ചെയ്യപ്പെടുക. ബാക്കി എല്ലാവരും റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഉപരാഷ്ട്രപതിയായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും എല്ലാവരും റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അല്ലെങ്കിൽ ഫെഡറൽ കോടതി ചീഫ് ജസ്റ്റിസും അവിടുത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളും ഇംപീച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്ന നടപടിയും പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടിയും അമേരിക്കൻ പാർലമെൻറ്റായ US കോൺഗ്രസിനകത്ത് പൂർത്തിയാകുന്ന നടപടിക്രമമാണ്. അതുകൊണ്ട് അമേരിക്കയിൽ ചീഫ് ജസ്റ്റിസും പ്രസിഡന്റും എന്താണ് ചെയ്യുന്നത്? ഇംപീച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റിമൂവൽ അല്ല, ഇംപീച്ച്മെൻ്റ് ആണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമാണ് ഇംപീച്ച് ചെയ്യപ്പെടുന്നത്. കൃത്യമായി വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രപതി മാത്രമാണ് ഇംപീച്ച് ചെയ്യപ്പെടുക. ബാക്കി എല്ലാവരും തൽസ്ഥാനത്ത് നിന്നും റിമൂവ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ വ്യത്യസ്ത തലങ്ങളിലാണ് അത് പ്രയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കിനി ഇംപീച്ച്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് 2 പാദങ്ങളിലായാണ്. ഒന്നാം പാദം അറിയപ്പെടുന്നത്
ചാർജിങ് മോഷൻ എന്നാണ്. ചാർജിങ് മോഷൻ എന്നാണ്. രണ്ടാം പാദം അറിയപ്പെടുന്നതോ? രണ്ടാം പാദം അറിയപ്പെടുന്നത് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഒന്നാം പാദം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ചാർജിങ് മോഷൻ എന്നാണ്. രണ്ടാം പാദം ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒന്നാം പാദമായ ചാർജിങ് മോഷൻ ലോക്സഭയിലോ രാജ്യസഭയിലോ ആരംഭിക്കാം. അപ്പോൾ ഒന്നാം പാദം ലോക്സഭയിലുമാകാം രാജ്യസഭയിലുമാകാം. ഇനി ഒന്നാം പാദം ലോക്സഭയിലാണെങ്കിൽ രണ്ടാം പാദം എവിടെയായിരിക്കണം? രാജ്യസഭയിലായിരിക്കണം. ഒന്നാം പാദം ലോക്സഭയിലാണെങ്കിൽ രണ്ടാം പാദം രാജ്യസഭയിലായിരിക്കണം. ഇനി ഒന്നാം പാദം രാജ്യസഭയിലാണെങ്കിൽ രണ്ടാം പാദം ലോക്സഭയിലായിരിക്കണം. അപ്പോൾ പൂർണ്ണമായും പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും അല്ലെങ്കിൽ രണ്ട് സഭകളുടെയും അംഗീകാരത്തോടെ മാത്രമാണ് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനാവുക. അപ്പോൾ എന്താണ് ചാർജിങ് മോഷൻ എന്ന് മനസ്സിലാക്കുക. ചാർജിങ് മോഷൻ, നമ്മളൊരു കേസ് ചാർജ് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ചാർജിങ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുന്ന പാദമാണ് ചാർജിങ് മോഷന്റെ ഭാഗമായിട്ടുള്ളത്. കുറ്റമാരോപിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യപ്പെടണമെങ്കിൽ രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമാണ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രപതി തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. തൽസ്ഥാനത്ത് നിന്നും ഇന്ത്യൻ രാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കണം, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻസ് നടത്തിയിരിക്കണം. അപ്പോൾ അത്തരം കുറ്റം ആരോപിക്കപ്പെടുന്നത് എവിടെയാണ്? ഒന്നാം പാദത്തിലാണ്. ഈ ഒന്നാം പാദം ലോക്സഭയിലോ രാജ്യസഭയിലോ ആരംഭിക്കാം. ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെങ്കിൽ സഭയിലെ 4/1 അംഗങ്ങളുടെ അംഗീകാരം നിർബന്ധമാണ്. സഭയുടെ 4/1 അംഗങ്ങളുടെ അംഗീകാരം നിർബന്ധമാണ്. ഏത് സഭയിലായാലും, ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും 4/1 അംഗങ്ങൾ അംഗീകരിച്ചാൽ മാത്രമാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന പ്രക്രിയ തുടങ്ങാൻ സാധിക്കൂ. അങ്ങനെ ഒരു 14 ദിവസത്തെ നോട്ടീസ് അതിന് ശേഷം നൽകണം. രാഷ്ട്രപതിക്ക് സ്വാഭാവികമായും അതിനെപ്പറ്റി വിശദീകരിക്കുവാനുള്ള അവസരം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന രണ്ടാം പാദത്തിൽ ലഭിക്കും. അപ്പോൾ ഒരു 14 ദിവസത്തെ നോട്ടീസ് മുൻകൂറായി നൽകിയാൽ മാത്രമാണ് ഇംപീച്ച്മെൻറ്റിന് തുടക്കം കുറിക്കാൻ സാധിക്കൂ. അപ്പോൾ 4/1 പേരുടെ അംഗീകാരത്തോടെ ഇംപീച്ച്മെൻറ്റിന് അല്ലെങ്കിൽ ചാർജിങ് മോഷൻ ഫ്രെയിം ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ഈ പറയുന്ന പ്രമേയം, ചാർജിങ് മോഷൻ എന്ന പ്രമേയം പാസ്സായാൽ മാത്രമാണ് ആ സഭയിൽ നിന്നും ഈ പ്രമേയം എവിടെ എത്തൂ? രണ്ടാം സഭയിലേക്ക് എത്തൂ. രണ്ടാം സഭയിലാണ് എന്ത് നടക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അതായത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത് എവിടെയാണ്? രണ്ടാം സഭയിലാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രക്രിയയുടെ സമയത്ത് സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് തൻ്റെ ഭാഗം വിശദീകരിക്കുവാനുള്ള അവസരം ലഭിക്കും. ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രക്രിയ അല്ലെങ്കിൽ അന്വേഷണ പ്രക്രിയയിലും രാഷ്ട്രപതിയുടെ കുറ്റങ്ങൾ, രാഷ്ട്രപതിയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശരിയാണ് എന്ന് വരുത്തി തീർക്കുവാനായാൽ അല്ലെങ്കിൽ ശരിയാണ് എന്ന് തെളിഞ്ഞാൽ വീണ്ടും അവിടെയും 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ഈ പ്രമേയം പാസ്സാകണം എന്നുള്ളത് നിർബന്ധമാണ്. 3/2 ഭൂരിപക്ഷം രണ്ട് സഭയിലും നിർബന്ധമാണ്. 3/2 ഭൂരിപക്ഷത്തോടെ അവിടെയും പാസ്സായാൽ രാഷ്ട്രപതി തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടും. ദ പ്രസിഡന്റ് വിൽ സ്റ്റാൻഡ് ഇംപീച്ച്ഡ്, നീക്കം ചെയ്യപ്പെടും. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് മാത്രമാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും അതുപോലെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും ഇലക്ഷൻ കമ്മീഷണർമാരും എല്ലാം റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ
പൂർണ്ണമായും അവിടുത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും അതുപോലെ അവിടുത്തെ പ്രസിഡന്റും ഇംപീച്ച് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? അമേരിക്കൻ പാർലമെന്റിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ നിയമനിർമ്മാണ സഭയായ US കോൺഗ്രസിൻ്റെ അകത്ത് തുടങ്ങി അകത്ത് അവസാനിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റും സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും അവിടുത്തെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് തന്നെയാണ് ഇംപീച്ച് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അവിടെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് തന്നെ തീരുന്ന നടപടിക്രമമാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതി മാത്രമാണ് ഇംപീച്ച് ചെയ്യപ്പെടുന്നത്. ബാക്കി എല്ലാവരുടെയും നീക്കം ചെയ്യുന്ന പ്രക്രിയ പാർലമെന്റിന് പുറത്തേക്ക് പോകും. പക്ഷേ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയ പാർലമെന്റിൻ്റെ ഇരുസഭകളിലായും അവസാനിക്കും. ഏതെങ്കിലും ഒരു സഭയിൽ തുടങ്ങും, മറ്റു സഭയിൽ അവസാനിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയെ പറ്റി മാത്രമാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റെല്ലാവരും തന്നെ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. 2 പാദങ്ങളാണ്. 1-ാം പാദം ചാർജിങ് മോഷൻ എന്നറിയപ്പെടുന്നു. അവിടെയാണ് കുറ്റം ആരോപിക്കപ്പെടുന്നത്. 4/1 പേരുടെ അംഗീകാരത്തോടെ മാത്രമാണ് ഈ കുറ്റാരോപണ പ്രമേയം അവിടെ തുടക്കം കുറിക്കാൻ സാധിക്കുക. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം. അതിനുശേഷം 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ അംഗീകാരം ലഭിച്ചാൽ ഈ പ്രമേയം 2-ാം പാദത്തിലേക്ക് കടക്കും. 2-ാം പാദം മറ്റ് സഭയിലാണ് നടക്കുക. സ്വാഭാവികമായും ലോക്സഭയിലാണ് ആദ്യ പാദം നടക്കുന്നതെങ്കിൽ രാജ്യസഭയിലായിരിക്കണം 2-ാം പാദം. 2-ാം പാദം 2-ാം സഭയിൽ നടക്കുന്നു. 2-ാം സഭയിൽ നടക്കുന്ന പ്രക്രിയ അന്വേഷണ പ്രക്രിയയാണ്. അന്വേഷണത്തിലും രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് തെളിഞ്ഞാൽ അവിടെയും 3/2 അംഗങ്ങളുടെ അംഗീകാരത്തോടെ ആ പ്രമേയം പാസ്സായാൽ രാഷ്ട്രപതി തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. അനുച്ഛേദം 61 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 61. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട 2 വസ്തുതകൾ, വളരെ പ്രധാനപ്പെട്ടതാണ്, പല ചോദ്യപേപ്പറുകളിലും സ്ഥിരമായി കാണുന്ന 2 വസ്തുതകളാണ്. ഒന്ന്, പാർലമെൻറ്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും പങ്കാളിയാകും. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് നടപടിക്രമത്തിൽ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിൽ ഇംപീച്ച്മെൻറ്റ് നടപടിക്രമത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും പങ്കാളിയാകും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ആര് മാത്രമേ പങ്കാളിയാകൂ? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ പങ്കാളിയാകൂ. പക്ഷേ ഇവിടെ പാർലമെൻറ്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും പങ്കാളിയാകും. രണ്ടാമത്തേത്, ഡൽഹി, പുതുച്ചേരി, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പങ്കെടുക്കില്ല. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നും രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ നിന്നും എങ്ങനെയാണ് ഇംപീച്ച്മെൻറ്റ് വ്യത്യസ്തമാകുന്നതെന്ന് മനസ്സിലാക്കുക. ഡൽഹി, പുതുച്ചേരി നിയമസഭകൾ, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും ഒന്നും രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന നടപടിക്രമത്തിൽ പങ്കെടുക്കില്ല. അപ്പോൾ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിൽ പങ്കാളികളാകുന്നത് ആര് മാത്രമാണ്? പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമാണ് എന്ന് ചുരുക്കി പറയാം. മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമാണ്. ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ്, തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും പങ്കെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ അഥവാ കർത്തവ്യങ്ങളെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരങ്ങളെ പറ്റിയാണ്, അഥവാ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിനെ പറ്റിയാണ്. എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ കാര്യനിർവഹണ അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. അപ്പോൾ അനുച്ഛേദം 53 പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണാധികാരങ്ങൾ രാഷ്ട്രപതിയുടെ പേരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണാധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. രാഷ്ട്രപതിക്ക് നേരിട്ടോ മന്ത്രിസഭാംഗങ്ങളിലൂടെയോ ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാം. മന്ത്രിസഭാംഗങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഓഫീസുകളാണ് കേട്ടോ. മന്ത്രിസഭ എന്ന് പറയുന്നത് കീഴിലുള്ള ഓഫീസുകളാണ്. അപ്പോൾ അനുച്ഛേദം 53 ഇക്കാര്യം പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം
അനുച്ഛേദം 53 എന്തിനെ പറ്റിയാണ് പറയുന്നത്? എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അനുച്ഛേദം 53 പറയുന്നത് എന്താണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണാധികാരങ്ങളും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയോ ഓഫീസുകൾ വഴിയോ എന്ന് വെച്ചാൽ മന്ത്രിസഭയിലൂടെയോ അദ്ദേഹത്തിന് അത്തരം അധികാരങ്ങൾ നടപ്പിലാക്കാമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം 53 പറയുന്നത്. അനുച്ഛേദം 52 പറയുന്നത് ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് അനുച്ഛേദം 52. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് അനുച്ഛേദം 75 ഒന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി അഥവാ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളെ, പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതിയാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്? പ്രധാനമന്ത്രിയെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പാർലമെൻ്ററി കൺവെൻഷൻ്റെ ഭാഗമായി നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയുടെ ഭാഗമായി ലോക്സഭയിൽ ഏറ്റവും വലിയ പാർട്ടിയാകുന്ന അല്ലെങ്കിൽ ലോക്സഭയിൽ ഏറ്റവും വലിയ മുന്നണിയുടെ നേതാവിനെയാണ് സ്വാഭാവികമായും രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുവാനായി ക്ഷണിക്കുന്നത്, പ്രധാനമന്ത്രിയാകുവാനായി ക്ഷണിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി തൻ്റെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് രാഷ്ട്രപതിക്ക് മുൻപാകെ നാമനിർദ്ദേശം ചെയ്യുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രാഷ്ട്രപതി സ്വാഭാവികമായും മന്ത്രിസഭകൾക്ക് അല്ലെങ്കിൽ മന്ത്രിസഭാംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യക്ഷ തെരഞ്ഞെടുപ്പല്ല എന്നുള്ള കാര്യം കൂടി കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ അനുച്ഛേദം 75 ഒന്ന് പറയുന്നത് അതാണ്, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ അനുച്ഛേദം 74 പറയുന്നത് എന്താണ്? രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നതിനായി ഒരു മന്ത്രിസഭയുണ്ടായിരിക്കും. ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നതിനായി മന്ത്രിസഭയുണ്ടായിരിക്കും. ഈ മന്ത്രിസഭയുടെ തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. അങ്ങനെ 42ാം ഭരണഘടനാ ഭേദഗതി 1976 അടിയന്തരാവസ്ഥ കാലഘട്ടത്ത്, അതായത് 1975-77 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി ഉണ്ടാവുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി പറഞ്ഞു രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നതിനായി ഒരു മന്ത്രിസഭയുണ്ട് എന്നൊരു അനുച്ഛേദമുണ്ട്. പക്ഷേ രാഷ്ട്രപതി ഈ നിർദ്ദേശം, അതായത് ഉപദേശം കൃത്യമായി പാലിക്കണം, അതായത് നിർബന്ധമായും പാലിക്കണം. രാഷ്ട്രപതി ഉപദേശം നിർബന്ധമായും പാലിച്ചിരിക്കണം എന്ന് ഭരണഘടന തിരുത്തിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോഴാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി വരുന്നത്. രാഷ്ട്രപതിക്ക് മേലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൃത്യമായും അല്ലെങ്കിൽ നിർബന്ധമായും രാഷ്ട്രപതി പാലിച്ചിരിക്കണമെന്ന് വ്യക്തമാക്കിയത് 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. പക്ഷേ സ്വാഭാവികമായും 44ാം ഭരണഘടനാ ഭേദഗതി പിന്നീട് എന്ത് സംഭവിച്ചു? 1978 മൊറാർജി ദേശായിയാണ് വന്നത്. മൊറാർജി ദേശായി പറഞ്ഞു ഒരു തവണ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ അയക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ബില്ലുകൾ, ഇവ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഒരു തവണ തിരിച്ചയക്കാം. അതായത് ഒരു തവണ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഈ ബില്ല് പാർലമെൻറ്റിനോട് പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി ഭേദഗതികൾ നിർദ്ദേശം ചെയ്തുകൊണ്ടോ അല്ലാതെയോ തിരിച്ചയക്കാം. പാർലമെൻറ്റ് വീണ്ടും ഭേദഗതി ഇല്ലാതെയോ ഭേദഗതികളോടെയോ ഈ ബില്ല് രാഷ്ട്രപതിയുടെ സമക്ഷം എത്തിച്ചാൽ രാഷ്ട്രപതി അംഗീകാരം നൽകണം. അതായത് രണ്ടാം തവണയും ബില്ല് രാഷ്ട്രപതിയുടെ സമക്ഷമെത്തിയാൽ രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകിയിരിക്കണം. ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ തവണ തന്നെ 42ാം ഭരണഘടനാ ഭേദഗതി പറഞ്ഞത് മന്ത്രിസഭ എന്ത്
മുന്നോട്ട് വെച്ചാലും രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയിരിക്കണമെന്നാണ്. എന്നാൽ 44-ാം ഭരണഘടനാ ഭേദഗതി പറഞ്ഞത് ഒരു തവണ പാർലമെന്റിന് പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. പക്ഷേ രണ്ടാമത്തെ തവണ ഭേദഗതികളോടെയോ ഭേദഗതി ഇല്ലാതെയോ പാർലമെന്റ് അതേ ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് വ്യക്തമാക്കിയത് 44-ാമത് ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ 2 അധികാരങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങളാണ്. 75-ാം അനുച്ഛേദത്തിൽ പറയുന്ന ഒന്നാണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ആരാണ് നിയമിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർവ്വ കാര്യനിർവഹണാധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ പേരിലാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരിലാണ്. അനുച്ഛേദം 53 അടുത്തതായി ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ള മറ്റ് നിയമനാധികാരങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യനിർവഹണാധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്താണ്? അറ്റോർണി ജനറലിൻ്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ എന്തെല്ലാമാണ്? അറ്റോർണി ജനറലാണ് നിയമ ഉപദേഷ്ടാവ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവാണ് ആര്? അറ്റോർണി ജനറൽ. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ്. കേന്ദ്ര സർക്കാരിൻ്റെ, വ്യക്തമായി മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ 2ാമത്തെ മുഖ്യ നിയമോപദേഷ്ടാവാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവാണ്. അപ്പോൾ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എന്താണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കർത്തവ്യങ്ങൾ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓഡിറ്റ്, ഓഡിറ്റ് നടത്തുക ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അതുകൊണ്ട് തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറിയപ്പെടുന്ന പേരെന്താണ്? വളരെ പ്രശസ്തമായ കാര്യമാണ്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നും പറയാറുണ്ട്. ഗാർഡിയൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും അറിയപ്പെടുന്നത് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്താണ്? സ്വാഭാവികമായും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നതാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പാർലമെൻറ്റ് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇതെല്ലാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആകെ ഒറ്റ ചുമതല മാത്രമേ ഉള്ളൂ, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അതുപോലെ UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്താണ് UPSCയുടെ ചുമതല? UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതല എന്താണ്? കേന്ദ്ര സർവീസുകളിലേക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസുകളിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേന്ദ്ര സർവീസുകൾ, ഓൾ ഇന്ത്യ സർവീസുകൾക്ക് ഉദാഹരണമാണ് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയവ. കേന്ദ്ര സർവീസുകൾക്ക് ഉദാഹരണമാണ്, സെൻട്രൽ സർവീസുകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇതെല്ലാം കേന്ദ്ര സർവീസുകൾക്ക് ഉദാഹരണമാണ്. കേന്ദ്ര സർവീസുകൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രം ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഓൾ ഇന്ത്യ സർവീസുകൾ എന്ന് പറഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ പോലും അവർ
സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടിയും കേന്ദ്ര സർക്കാരിന് വേണ്ടിയും ഉദ്യോഗ പ്രവൃത്തി വഹിക്കും. അപ്പോൾ അതാണ് ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സംസ്ഥാന ഗവർണർമാരെന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തിലെ പ്രതിനിധി എന്ന് പറയാം. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തെ പ്രതിനിധിയാണ് ആര്? ഗവർണർ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ പ്രതിനിധിയാണ് ആര്? ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗവർണറെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ സുപ്രധാനമായ നിയമനങ്ങളും നടത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എല്ലാ സുപ്രധാനമായ നിയമനങ്ങളും നടത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ 5 വർഷം കൂടുമ്പോൾ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എന്താണ് ധനകാര്യ കമ്മീഷന്റെ കർത്തവ്യം? ധനകാര്യ കമ്മീഷനാണ് റവന്യൂ വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ എങ്ങനെയാണ് വീതിക്കേണ്ടത്, കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വീതിക്കേണ്ടത് എന്ന് പ്രതിപാദിക്കുന്നത് ആരാണ്? ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ 5 വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പോൾ അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ, UPSC ചെയർമാൻ, മറ്റംഗങ്ങൾ, ഗവർണർമാർ, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ തുടങ്ങിയവരുടെ നിയമനം നടത്തുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള കമ്മീഷനെ നിയമിക്കുവാനുള്ള അധികാരമാർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. പട്ടികജാതി അതായത് SC, പട്ടികവർഗം ST, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ അതായത് OBC എന്നിവരുടെ സാഹചര്യങ്ങൾ, എന്നിവരുടെ ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി അവയ്ക്ക് ഒരു അപ്രൈസൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉന്നമനം ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുവാനുള്ള അവകാശവും ആർക്കുണ്ട്? ഇന്ത്യൻ രാഷ്ട്രപതിക്കുണ്ട്. അപ്പോൾ SC, ST, OBC കമ്മീഷനെ നിയമിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ്. അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പറയപ്പെടുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാദേശിക ചുമതലയുള്ള അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചുമതലയ്ക്ക് വേണ്ടി രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്ന, നിയമിക്കുന്നത് ആരെയാണ്? അഡ്മിനിസ്ട്രേറ്ററെയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിലൂടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതുപോലെ അന്തർ സംസ്ഥാന കൗൺസിലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അന്തർ സംസ്ഥാന കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എന്താണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചുമതല? തർക്കപരിഹാരമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കപരിഹാരം, കേന്ദ്രവും സംസ്ഥാനവുമാകാം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുമാകാം. ഇവ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് അന്തർ സംസ്ഥാന കൗൺസിലാണ്. അന്തർ സംസ്ഥാന കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നിയമനം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അനുച്ഛേദം 75(1) പ്രകാരം പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നിയമനം ആരാണ് നിർവഹിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ പൊതുവായി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അനുച്ഛേദം 53 പറയുന്നത് എല്ലാ കാര്യനിർവഹണാധികാരങ്ങളും, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണാധികാരങ്ങളും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. രാഷ്ട്രപതി നേരിട്ടോ അല്ലാതെയോ, അതായത് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ഓഫീസുകളിലൂടെയോ ഈ അധികാരങ്ങൾ വിനിയോഗിക്കും. അനുച്ഛേദം 53. അനുച്ഛേദം 75 മന്ത്രിസഭ, പ്രധാനമന്ത്രിയുടെ നേതൃത്വം. ഈ മന്ത്രിസഭയെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അറ്റോർണി ജനറൽ, അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷണർമാർ, അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ നമ്മളുടെ ഗവർണർമാർ തുടങ്ങിയവരെ എല്ലാവരെയും നിയമിക്കുന്നത്, UPSC ചെയർമാൻ, അംഗങ്ങൾ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കഴിഞ്ഞില്ല.
പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി കമ്മീഷൻ രൂപീകരിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഇന്ത്യൻ രാഷ്ട്രപതിക്കുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചുമതല അഡ്മിനിസ്ട്രേറ്റർമാരിലൂടെ വഹിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അന്തർ സംസ്ഥാന കൗൺസിൽ നിയമിക്കുവാനുള്ള അവകാശവും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ കാര്യനിർവഹണാധികാരങ്ങളിൽ പെടുന്ന ഒന്നായുണ്ട്. പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവരുടെ നിയമനം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഒരു കാര്യം കൂടി ഓർക്കുക, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിവേചനം പ്രകാരം ഒരു പ്രദേശത്തെ ഷെഡ്യൂൾഡ് പ്രദേശമാക്കുവാനുള്ള ഷെഡ്യൂൾഡ് പ്രദേശം അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയ ആക്കുവാനുള്ള അവകാശം ഇന്ത്യൻ രാഷ്ട്രപതിക്കുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ അദ്ദേഹത്തിന് ഷെഡ്യൂൾഡ് ഏരിയ ആക്കുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളുടെ ഭരണം എങ്ങനെയാണ് നടക്കേണ്ടത്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നും രാഷ്ട്രപതി തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ കാര്യനിർവഹണാധികാരങ്ങളിൽ ഒടുവിലായി പറയേണ്ടത് ഒന്നുകൂടിയാണ്. അത് രാജ്യത്തെ ചില പ്രദേശങ്ങളെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാര്യനിർവഹണാധികാരങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ളത്.